ഇത് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. വീണ് പരിക്കേറ്റതിനെ തുടർന്ന് അദ്ദേഹം കുറച്ചു കാലമായി വീൽ ചെയറിലായിരുന്നു. കർണാടക നിയമസഭയിൽ സ്പീക്കർ UT ഖാദർ സംഘടിപ്പിച്ച നിയമസഭാ പുസ്തകോത്സവത്തിൽ ഉദ്ഘാടനം ചെയ്യാനാണ് മുഖ്യമന്ത്രി എത്തിയത്. ഓരോ ബുക്ക് സ്റ്റാളിലും മുൻപിലെത്തിയ അദ്ദേഹം വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ പുസ്തക സ്റ്റാളുകൾ സന്ദർശിക്കുകയും പുസ്തക പ്രേമികളോട് കുശലം അന്വേഷിക്കുകയും സെൽഫി എടുക്കാൻ പോസ്റ്റ് ചെയ്യുകയും ഓരോ പുസ്തകവും പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനത്തിനും അതുപോലെ തന്നെ വായനക്കാരുടെ ചർച്ചകൾക്കും പുസ്തക പ്രസാധകരുടെ അഭിപ്രായങ്ങളും ഒക്കെ കേൾക്കുകയും അവരോട് ക്ഷേമം അന്വേഷിക്കുകയും ചെയ്തു. ഏകദേശം അരമണിക്കൂറോളം അദ്ദേഹം ഈ പുസ്തക സ്റ്റാളുകൾ സന്ദർശിച്ചത് വീൽ ചെയറിലിരുന്നാണ്. തുടർന്നാണ് നിയമസഭാ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹം വേദിയിലേക്ക് പോയത്. ചില പുസ്തകങ്ങൾ അദ്ദേഹം വീൽ ചെയറിൽ ഇരുന്ന് തന്നെ വായിക്കുന്നുണ്ടായിരുന്നു. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, അതുപോലെ തന്നെ സ്പീക്കർ UT ഖാദർ, മറ്റ് മന്ത്രിമാർ, MLA മാർ, സാഹിത്യകാരന്മാർ, ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നു. തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പുസ്തകോത്സവമായി അടുത്ത വർഷത്തേക്ക് മാറാവുന്ന ഒരു പുസ്തകോത്സവം, ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന നിയമസഭാ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യാനാണ് അദ്ദേഹം ഈ വീൽ ചെയറിൽ വരികയും ഏറെ നേരം വീൽ ചെയറിൽ ഇരുന്നു തന്നെ സാഹിത്യകാരന്മാരോടൊപ്പവും എഴുത്തുകാരോടൊപ്പവും വായനക്കാരോടൊപ്പവും സമയം ചിലവഴിച്ചത്. വേദിയിലേക്ക് എത്തിയതും വാക്കർ ഉപയോഗിച്ചാണ്. താങ്ങിപ്പിടിച്ച് ആളുകൾ മുഖ്യമന്ത്രിയെ വേദിയിലേക്ക് കൊണ്ടുവരുന്നത് നമുക്ക് കാണാം. വേദിയിലെത്തിയ അദ്ദേഹം കസേരയിൽ ഇരുന്നു കൊണ്ടാണ് ഉദ്ഘാടന പ്രസംഗം നടത്തിയതും ചടങ്ങുകൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചതും. എഴുത്തിനോടും വായനയോടും സാഹിത്യത്തോടും അത്രയ്ക്കിഷ്ടമുള്ളതുകൊണ്ടാണ് ആരോഗ്യം അനുവദിക്കാത്തപ്പോഴും താൻ ഈ പരിപാടിക്ക് പങ്കെടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. സ്പീക്കർ UT ഖാദറെ അദ്ദേഹം പ്രശംസിച്ച് പലതവണ സംസാരിക്കുകയും ചെയ്യുന്നത് കാണാമായിരുന്നു. ഏതായിരുന്നാലും തെക്കേ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ശ്രദ്ധേയനായ ഒരു മുഖ്യമന്ത്രി വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് പങ്കെടുത്ത ഈ പരിപാടി ഇന്ന് സമൂഹ മാധ്യമങ്ങളിലെല്ലാം വലിയ ചർച്ചയാണുള്ളത്. ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. പുതിയ പുസ്തകങ്ങളുടെ പ്രകാശനവും ഇതോടനുബന്ധിച്ച് നടന്നു. കേരള നിയമസഭയിൽ നടന്ന പുസ്തകോത്സവത്തിൻ്റെ ചുവട് പിടിച്ചാണ് കർണാടക നിയമസഭയിലും പുസ്തകോത്സവം നടന്നത്.